ബ്രിട്ടനിലെ ഒരു ഗവേഷകൻ ഐസക് മോസസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചൊരു പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അവസാനം അദ്ദേഹം ജർമ്മനി ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവാചക സുന്നത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അവർ സമ്മതം അറിയിക്കുകയും ഇതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് അദ്ദേഹം പഠനം തുടങ്ങുകയാണ്. അദ്ദേഹം വിമർശിച്ച് പുസ്തകം എഴുതാനാണ് പഠനം തുടങ്ങിയതെങ്കിൽ പോലും പ്രവാചക സുന്നത്തുകളെ കുറിച്ച് ആഴത്തിലുള്ള പഠനം സാധ്യമായപ്പോൾ അദ്ദേഹത്തിന് അവിടെ അത് സാധ്യമാകാതെ വരികയും അദ്ദേഹം ആ പുസ്തകത്തെ പ്രവാചക സുന്നത്തുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മദ്ഹ് പറയുന്ന പ്രകീർത്തനമാവുന്ന പുസ്തകമാക്കി പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് 1998 കാലഘട്ടത്തിൽ അത് ബ്രിട്ടനിലെ അധിക സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. അതിൽ ഡോക്ടർ ഐസക് മോസസ് വളരെ പ്രത്യേകമായി സംബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ വായിക്കാൻ സാധിക്കൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സർ ഐസക് മോസസിന് എന്താണ് ഇത്രമാത്രം അത്ഭുതം ഉണ്ടാവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ